ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി. ജില്ലയിൽ ആദ്യ ദിനം ലഭിച്ചത് ഒരു നാമനിർദ്ദേശ പത്രിക. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് TN പ്രതാപൻ MP. 8 വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞതെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇന്ത്യയൊട്ടാകെ ക്രൈസ്തവർ പ്രശ്നങ്ങൾ നേരിടുന്നതായി കർദിനാൾ മാർ റാഫേൽ തട്ടിൽ. പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിനടിയിലൂടെ കുടിവെള്ള പൈപ്പിടുന്ന പ്രവൃത്തികൾ 10 വർഷത്തിന് ശേഷം പുനരാരംഭിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണമിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. മുടിക്കോട് പിക്കപ്പ് വാൻ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം തുടങ്ങി. ജില്ലയിൽ ആദ്യ ദിനം ലഭിച്ചത് ഒരു നാമനിർദ്ദേശ പത്രിക. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തമിഴ്നാട് സ്വദേശി ഡോക്ടർ K. പത്മരാജനാണ് ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 26-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് TN പ്രതാപൻ MP. UDF നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നാട്ടിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KK കൊച്ചു മുഹമ്മദ്, CO ജേക്കബ്, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K. ദിലീപ് കുമാർ, VR വിജയൻ, PI ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി വിളിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും 8 വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞതെന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും പ്രധാനമന്ത്രി കേരളത്തിലെ NDA സ്ഥാനാർത്ഥികളിൽ തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ അഭിമാനമുണ്ടെന്നും സരസു പറഞ്ഞു. NDAക്ക് വിജയപ്രതീക്ഷ ഏറെയുള്ള മണ്ഡലമാണ് ആലത്തൂരെന്നും TN സരസു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപന്റെ PRO NS അബ്ദുൽ ഹമീദ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അബ്ദുൽ ഹമീദ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനാണെന്നും ദില്ലി കലാപക്കേസിൽ പങ്കുള്ള ആളാണെന്നും ജാമിയ കേസിൽ NIA ചോദ്യം ചെയ്തു എന്നുള്ള K. സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് VR അനൂപ്, അഡ്വക്കേറ്റ് മുഹമ്മദ് റാഷിദ് എന്നിവരാണ് NS അബ്ദുൽ ഹമീദിന് വേണ്ടി ഹാജരായത്. ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. യേശു തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് പെസഹ ആചരിച്ചത്. ശിഷ്യന്മാരുടെ കാൽ കഴുകി ലോകത്തിന് മുഴുവൻ ക്രിസ്തു വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് പെസഹ. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ മാർ ടോണി നീലങ്കാവിൽ, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, തൃശൂർ മാർത്ത് മറിയം വലിയ പള്ളിയിൽ മാർ ഔഗിൻ കുര്യാക്കോസ്, കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികരായി. ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ആർച്ച് പ്രീസ്റ്റ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, സെക്രട്ടറി ഫാദർ മാത്യു തിരുത്തപ്പള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർലെറ്റ് കാക്കനാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഇന്ത്യയൊട്ടാകെ ക്രൈസ്തവർ പ്രശ്നങ്ങൾ നേരിടുന്നതായി പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം മാർ റാഫേൽ തട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികനായി. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെ അൾത്താരയിൽ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. യേശു തന്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് 10 അടിയിലേറെ ഉയരത്തിൽ തീർത്ത ദൃശ്യാവിഷ്കാരം. വികാരി ഫാദർ ലെറിൽ തളിയപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ യുവജനങ്ങൾ 1 മാസത്തോളം പ്രയത്നിച്ചാണ് ദൃശ്യം ഒരുക്കിയത്. പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ലെറിൽ തളിയപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. ഡിക്കൻ ജൻസൺ ആലപ്പാട്ട് സഹകാർമ്മികനായിരുന്നു. പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. 10 വർഷമായി റെയിൽവേയിൽ കുരുങ്ങിക്കിടന്നിരുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ ബാക്കിയുള്ള പൈപ്പിടൽ തുടങ്ങി. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ 3.5 മീറ്റർ നീളത്തിൽ കുടിവെള്ള പൈപ്പിടുന്ന ജോലികളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പാവറട്ടി പഞ്ചായത്തിനെ തൃത്താല കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2014 ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫിന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിമല സേതുമാധവൻ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാവറട്ടിയെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കുന്നുകുളം ചാട്ടുകുളത്ത് നിന്നാരംഭിച്ച പാവറട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നീണ്ട 10 വർഷമായിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായില്ലെന്ന് പാവറട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ ആരോപിച്ചു. തൃത്താല കുടിവെള്ള പദ്ധതി പാവറട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൃതസഞ്ജീവനിയായ ഒരു കാര്യമാണ്. ആ ഒരു പദ്ധതി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേയുടെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഞാൻ അതിലെ ഇൻട്രസ്റ്റ് എടുത്ത് ഇറങ്ങിയതും അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ ആ പദ്ധതിയുടെ പൂർത്തീകരണമാവുമെന്നും പാവറട്ടിയിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാവുന്ന സംവിധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. തൃത്താല കുടിവെള്ള പദ്ധതിക്കായി പാവറട്ടി പഞ്ചായത്തിലെ പുളിഞ്ചേരിപ്പടിയിൽ ജലസംഭരണി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ കൂടി പിന്നീട് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പദ്ധതിക്ക് തടസ്സമായി ബ്രഹ്മകുളത്തെ റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ വലിക്കൽ തടസ്സമായി നിന്നു. ഇതിനായി ജല അതോറിറ്റി 5.19 ലക്ഷം രൂപ റെയിൽവേയിൽ കെട്ടിവെച്ചിരുന്നു. ഈ തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയത്. ഇപ്പോഴത്തെ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. പാവറട്ടി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലായി 13,000 വീടുകളിലേക്കാണ് കുടിവെള്ളം വീട്ടു കണക്ഷനായി നൽകുന്നത്. ഏപ്രിൽ ആദിവാരത്തിൽ പൈപ്പിടലടക്കമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ചാട്ടുകുളത്തെ കുടിവെള്ള പൈപ്പുമായി ബന്ധിപ്പിക്കുവാനും എത്രയും വേഗം പദ്ധതി കമ്മീഷൻ ചെയ്യാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി അധികൃതർ. TCV ന്യൂസ്, പാവറട്ടി. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണമിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ ചാവക്കാട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ രജീബിനാണ് പരിക്കേറ്റത്. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അരി കയറ്റി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃപ്രയാർ സെന്ററിൽ വെച്ച് നിയന്ത്രണമിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വേർപെട്ട നിലയിലായിരുന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദേശീയപാത മുടിക്കോട് ലോറി ഇടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റു. മുടിക്കോട് സ്വദേശിനി ഓമനയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് ഇറച്ചിക്കോഴികളുമായി വന്ന ലോറിയാണ് ഇടിച്ചത്. കൊടും വേനലിൽ വറ്റി വരണ്ട ചെമ്മിനി ഡാം.
വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ അവശേഷിക്കുന്നത്. എന്നാൽ കോൾനിലങ്ങളിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നത് നിർത്തിയതോടെ നേരിയ ആശ്വാസം ഉണ്ട്. ഡാമിന്റെ സംഭരണശേഷിയുടെ 12.77% വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത്. റൂൾ കർവ് പ്രകാരം 40% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം നൽകുന്നില്ലെങ്കിലും സ്ലൂയിസ് വാൽവ് വഴി പ്രതിദിനം 0.15 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്നുണ്ട്. ഇപ്പോഴത്തെ നില തുടർന്നാൽ ദിവസങ്ങൾക്കകം ജലവിതരണം പൂർണ്ണമായും നിലയ്ക്കും. അതോടെ കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം വരൾച്ച സാധ്യതയുണ്ട്. ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ ഏത് നിമിഷവും ജലവിതരണം നിലയ്ക്കുന്ന സ്ഥിതിയാണ്. കടവല്ലൂർ കോടത്തുംകുണ്ട് പൊറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ കുപ്പികൾ എറിയുന്നതായി പരാതി. വലിയറ വിജയ, മേക്കാട്ടുകുളം സൈമൺ, അറങ്ങാശ്ശേരി ഓമന, പുത്തൻപുരയ്ക്കൽ ദാസൻ, വലിയാലുക്കൽ സുരേഷ് എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കുപ്പിയേറുണ്ടായത്. പൊറവൂർ പാടത്ത് രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മേഖലയിൽ ലഹരി മാഫിയകളുടെ ശല്യം വർദ്ധിച്ചതായും ഇവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മോൻ ട്യൂഷന് പോണ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ചില്ല് പൊട്ടി കിടക്കുന്നതായിരുന്നു. ഞാൻ കുപ്പി ക്ലാസ് എന്തെങ്കിലും പൊട്ടി നോക്കിയപ്പോൾ എല്ലാവർക്കും ഉണ്ട് ചില്ല്. 4:30 എഴുന്നേറ്റ് നടക്കാനിരിക്കണതാ. ആ നടക്കാനിരിക്കണ നേരത്താണ് മുറം മുഴുവനും കുപ്പിച്ചില്ലാണ്. അപ്പോൾ ഞാനതൊക്കെ അടിച്ചു വാരി ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോൾ അവിടെ ആ പ്ലാവിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇതുവരെ കുപ്പിച്ചില്ല. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 10 മിനിറ്റോളം സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിലയുറപ്പിച്ച കൊമ്പനെ പോലീസുകാർ ബഹളം വെച്ച് പിന്തിരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പാർക്കിലെ ചെടിച്ചട്ടികളും മറ്റും നശിപ്പിച്ചിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കുരിക്കുഴി കമ്പനിക്കടവ്, കടപ്പുറം, കുരിപ്പുഴി ജുമാ മസ്ജിദ്, കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം, ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, ഐരൂർ ക്ഷേത്രം, കാക്കാതുരുത്തി ബദർപള്ളി, ചളിങ്ങാട് സെന്റർ, സെന്റ് ജോസഫ് ചർച്ച്, MIC കയ്പമംഗലം, പുത്തൻപള്ളി ജുമാ മസ്ജിദ് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. നേതാക്കളായ സുനിൽ P. മേനോൻ, CJ പോൾസൺ, മുജീബ് റഹ്മാൻ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി മണലൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമിതി കൺവീനർ MR മോഹനൻ അധ്യക്ഷനായിരുന്നു. ഇടതുപക്ഷ മുന്നണി മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VR മനോജ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിച്ച പ്രചരണ പോസ്റ്ററുകൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് പോസ്റ്ററുകൾ നശിപ്പിച്ചതുമൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായി. നിരവധി യാത്രക്കാരുടെ വസ്ത്രങ്ങളിലാണ് ഇത് പരന്നത്. വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അകത്തും പുറത്തുമായി പതിച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ പ്രചരണ പോസ്റ്ററുകൾ കറുപ്പിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അന്തിക്കാട് ജുമാ മസ്ജിദിലെ നോമ്പ് തുറ ഒരുക്കുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ 76കാരൻ. റമദാൻ 1 മുതൽ 30 വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഈ വയോധികന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ നോമ്പുതുറ ഒരുക്കത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. സൂറ മമ്മദ്ക്ക എന്ന് വിളിക്കുന്ന കാരണപ്പറമ്പിൽ മുഹമ്മദാണ് 2 പതിറ്റാണ്ടിലേറെയായി പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്കായി നോമ്പുതുറയൊരുക്കുന്നത്. വൈകിട്ട് 5:15 പള്ളിയിലെത്തിയാൽ നോമ്പുതുറയ്ക്ക് ആവശ്യമായ കാരക്ക മുതലുള്ള വിഭവങ്ങൾ, ചെറുനാരങ്ങ വെള്ളം, ജീരകക്കഞ്ഞി, ഇറച്ചിയും പത്തിരിയും തുടങ്ങിയ എല്ലാ ഇനങ്ങളും 100ഓളം പ്ലേറ്റുകളിൽ വിളമ്പി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാനുള്ള സൗകര്യമൊരുക്കുകയെന്ന ചുമതല പ്രതിഫലം പറ്റാതെയാണ് മമ്മദ്ക്ക 20 വർഷമായി ചെയ്തു വരുന്നത്. മസ്ജിദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അവിചാരിത സംഭവങ്ങളുണ്ടായാൽ അവ തരണം ചെയ്യാൻ ഈ 76കാരൻ മുന്നിൽ തന്നെയുണ്ടാകും. ഏറെ പഴക്കം ചെന്ന ഒരു സൈക്കിളിലാണ് സഞ്ചാരം. പഞ്ചായത്തിന്റെ കരാർ ജോലികൾ ചെയ്തും കോൾച്ചാലുകൾ ലേലത്തിനെടുത്ത് മത്സ്യബന്ധനം നടത്തിയും മുളകൾ കരാറിനെടുത്ത് മുറിപ്പിച്ച് വിറ്റും ഭൂമി കച്ചവടം നടത്തിയുമൊക്കെയാണ് മമ്മദ്ക്കയുടെ ഉപജീവനം. റമദാൻ മാസത്തിൽ തിരക്കുകൾ മാറ്റിവെച്ച് നോമ്പുതുറയൊരുക്കാൻ മുൻപിലുണ്ടാകുന്ന മമ്മദ്ക്ക നാട്ടിൽ 4 മുഹമ്മദുമാരായപ്പോൾ ഭാര്യ സുഹറയുടെ പേര് മുന്നിൽ ചേർത്ത് തിരിച്ചറിയാൻ ധൈര്യം കാട്ടിയാണ് സൂറ മമ്മദ് ആയി മാറിയത്. 20 വർഷത്തിന് മേലെയായി. 5:15 വിട്ടു പോകില്ല, 5 മണിക്ക് വരും. വെള്ളം കൊടുക്കേണ്ട കാര്യം, ഭക്ഷണം നിങ്ങൾ ശരിയാക്കേണ്ട കാര്യം, ഭക്ഷണങ്ങൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും.
ഇന്ന് ആൾക്കാരൊക്കെ വരും. കഠിന വ്രതമെടുത്ത് നോമ്പ് തുറക്കാനെത്തുന്ന വിശ്വാസികളുടെ മുൻപിൽ വിഭവങ്ങൾ വിളമ്പുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സംതൃപ്തി പിന്നീട് അവർ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചെയ്യുന്ന ദുആയിൽ താൻ കൂടി സ്ഥാനം പിടിക്കുന്നതിനിടയാക്കിയാൽ തൻ്റെ പ്രവർത്തനങ്ങൾ സഫലമായെന്ന വിശ്വാസത്തിലാണ് വയോധികനായ ഈ വിശ്വാസി. TCV ന്യൂസ്, തൃശൂർ. പുതുക്കാട് കുറുമാലിയിൽ ട്രെയിനിൽ നിന്ന് വീണ യുവതിക്ക് പരിക്കേറ്റു. പത്തനംതിട്ട ആങ്ങക്കുഴി കൊട്ടമണ്ണിൽ വീട്ടിൽ റിയ റോയിക്കാണ് പരിക്കേറ്റത്. കുറുമാലി അടിപ്പാതയ്ക്ക് സമീപത്തായിരുന്നു അപകടം. യുവതി ട്രെയിനിൽ നിന്ന് വീഴുന്നത് കണ്ട യാത്രക്കാർ അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. പരിക്കേറ്റ് ട്രാക്കിൽ കിടന്നിരുന്ന യുവതിയെ യാത്രക്കാർ ട്രെയിനിൽ കയറ്റി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറന്മുള സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ യുവതിയാണ് ഇതെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കട്ടക്കമ്പൽ വാവേക്കർ കോൾപ്പടവിലെ 60 ഏക്കർ പുഞ്ചകൃഷി കൊയ്ത്തിനൊരുങ്ങി. ബണ്ട് വരമ്പില്ലാത്തതിനാൽ 2 വർഷം കോൾപ്പടവിൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരുന്നു. ഒരു ഭാഗത്ത് ബണ്ട് വരമ്പ് നിർമ്മിച്ചതിന് ശേഷം ഇത്തവണ കൃഷി ഇറക്കുകയായിരുന്നു. വെള്ളം സുലഭമായി ലഭിച്ചതിനാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഏപ്രിൽ ആദ്യവാരത്തോടെ കൊയ്ത്ത് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ വർഷം KLDCയുടെ നേതൃത്വത്തിൽ പടവിന്റെ ഒരു വശത്ത് വരമ്പ് മണ്ണിട്ട് ഉയർത്തി. കോൾപ്പടവിന് സ്വന്തമായി 2 മോട്ടോർ പുരയും നിർമ്മിച്ചു നൽകി. ഇത്തവണ 2 മോട്ടോർ കൂടി ലഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. ബണ്ട് വരമ്പിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ കലശദിനം ആചരിച്ചു. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ കലശാഭിഷേകം നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ശ്രീമൂലസ്ഥാനത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 125ഓളം കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളവും അരങ്ങേറി. കയ്പമംഗലം 3 പീടികയിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. 3 പീടിക തെക്ക് ഭാഗത്തു നിന്ന് വന്ന നായ റോഡിലൂടെ നടന്നു പോയിരുന്നവരെയാണ് കടിച്ചത്. വഴിയിൽ കണ്ടവരെയെല്ലാം കടിച്ച് പരിക്കേൽപ്പിച്ച നായ വഴിയമ്പലം ഭാഗത്തേക്ക് പോയി. നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിന്നീട് കാണാതാവുകയായിരുന്നു. കരുവന്നൂരിൽ വ്യാപാരിയെ സോഡാ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. എട്ടുമന തൈക്കുട്ടത്തിൽ കൃഷ്ണദാസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ എട്ടുമന കുറ്റിക്കാട്ടുപറമ്പിൽ പ്രചോദിനെ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ജില്ലയിൽ ആദ്യ ദിനം ലഭിച്ചത് ഒരു നാമനിർദ്ദേശ പത്രിക. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് TN പ്രതാപൻ MP. 8 വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞതെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇന്ത്യയൊട്ടാകെ ക്രൈസ്തവർ പ്രശ്നങ്ങൾ നേരിടുന്നതായി കർദിനാൾ മാർ റാഫേൽ തട്ടിൽ. പാവറട്ടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിനടിയിലൂടെ കുടിവെള്ള പൈപ്പിടുന്ന പ്രവർത്തികൾ 10 വർഷത്തിന് ശേഷം പുനരാരംഭിച്ചു. ദേശീയപാത തൃപ്രയാറിൽ നിയന്ത്രണമിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. മുടിക്കോട് പിക്കപ്പ് വാനിടിച്ച വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.